ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അബുദാബിയിലുള്ള ഷെയ്ഖ് സായിദ് മസ്ജിദ് കാണാൻ പോയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണണേ. അപ്പോൾ അതാ ദൂരെ കാണുന്നതാണ് കേട്ടോ, വൈറ്റ് കളറുള്ളതാണ് മസ്ജിദ്. നമ്മൾ ഏകദേശം താജ്മഹലൊക്കെ കാണുന്ന ആ ഒരു അതേ ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ അത് കാണുമ്പോൾ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഗേറ്റ് വരുന്നത്. ഗേറ്റിലൂടെ ഞങ്ങൾ ഉള്ളിലോട്ട് കടന്നു. ഇനി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഉള്ളിലോട്ട് പോകാനുണ്ട്. ഒരുപാട് കാണാനുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും വീഡിയോ ജസ്റ്റ് ഒന്ന് കാണുക, ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിവിടെ നിർത്തി ഇറങ്ങിയിട്ട് നടക്കുകയാണ്. ഇതിനുള്ളിലൊരു മോളും കൂടെയുണ്ട്. മോളിൻ്റെ ഉള്ളിലൂടെയാണ് ഇതിൻ്റെ മുകളിലോട്ട് പോവേണ്ടത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് കഫ്റ്റേരിയ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടായിരുന്നു. നല്ല റഷായിരുന്നു, വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതിലൊരു എസ്കലേറ്റർ ഉണ്ട്. ഇതിലോട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങിയിട്ട് നമുക്കിതിലൊക്കെ ടിക്കറ്റൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്, അതൊക്കെ എവിടെയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് പോവാണ്. ഇതാണ് കാണുന്ന മാള്. അപ്പോൾ ഇവിടെ സ്ക്രീന് വഴി നമ്മൾ ഓൺലൈനിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. ക്യാഷ് ഒന്നും വേണ്ട കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് കടക്കാനായിട്ട് നമ്മൾ ഡ്രസ്സിങ്ങിൻ്റെ കാര്യമൊക്കെ പ്രത്യേകം അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഷോള് നിർബന്ധമാണ്. അതുപോലെ തന്നെ അബായ എവിടെയും കാണാൻ പാടില്ല, നല്ല മറവിൽ തന്നെ പോകണമെന്ന് തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് അബായ വാങ്ങിക്കുന്നവരുണ്ട്. ഞങ്ങൾ പിന്നെ കയ്യിൽ വെച്ചിരുന്നു. അതുകൊണ്ട് ഞങ്ങളതൊക്കെ ഡ്രസ്സൊക്കെ മാറി അതിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ്. അതുപോലെ തന്നെ ടിക്കറ്റ് ചെക്കിങ്ങും എല്ലായിടത്തും സ്കാൻ ചെയ്യലും എല്ലാം ഉണ്ട് കേട്ടോ. ഒത്തിരി നടക്കാനുണ്ട് ഉള്ളിലോട്ട്. നമ്മൾ മാത്രമല്ല, അതുപോലെ തന്നെ ബാഗും എല്ലാം സ്കാൻ ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു എയർപോർട്ട് റൂള് പോലെ തന്നെയാണ് കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഞാൻ UAE വന്നിട്ട് കുറേ ആയിട്ടുണ്ടെങ്കിലും പള്ളി ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. മാഷാ അല്ലാഹ് കാണാൻ പറ്റി. നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പള്ളി കാണണമെന്ന്. അപ്പോൾ എല്ലാ ചെക്കിങ്ങും കഴിഞ്ഞു. ഞങ്ങളിത് എസ്കലേറ്റർ വീണ്ടും മുകളിലോട്ട് പോവുകയാണ്. അപ്പോൾ അത് ഞങ്ങൾ മുകളിലെത്തി, ഏകദേശം എത്തി. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ എത്തി. അവിടെ ഒരു പൂള് പോലെയൊക്കെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല റഷായിരുന്നു. വിവിധ കൺട്രീസിലുള്ള ആളുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല വെയിലുമായിരുന്നു കേട്ടോ. നല്ല ചൂടായിരുന്നു. അവിടെ എത്തുമ്പോഴേക്കും ഞങ്ങൾ ഏകദേശം ഉച്ചയൊന്നും ആയിട്ടില്ല, രാവിലെ ഒരു 9 മണിയൊക്കെ ആയിട്ടുള്ളൂ. പക്ഷേ ഭയങ്കര വെയിലായിരുന്നു. അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ ആളുകളുടെ തിരക്കായിരുന്നു. എന്താ പറയുക, ഒന്നും പറയാനില്ല. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. മാഷാ അല്ലാഹ്, അത്രയ്ക്കും നല്ല വ്യൂസ് ആയിരുന്നു. എത്ര കണ്ടാലും നമുക്ക് അവിടെ നിന്നൊരു തിരിച്ച് പോരാൻ പറ്റാത്ത അത്രയും ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളും ഉള്ളിൽ കയറി കുറേ ഫോട്ടോസും കുറേ വീഡിയോസൊക്കെ എടുത്തു. കുറേയൊക്കെ എടുക്കാൻ പറ്റി. നല്ല വെയിലായതുകൊണ്ട് തന്നെ കുറേ ഫോട്ടോസൊന്നും അത്ര ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും ഫോട്ടോയിലും വീഡിയോസിലല്ലല്ലോ കാര്യം, നമ്മളിത് പോയി കണ്ടു. അതാണ് ഏറ്റവും വലിയൊരു കാര്യം.
എല്ലാ വർഷവും റമദാൻ മാസം വരുമ്പോൾ ഞാൻ വിചാരിക്കും ഇവിടെ പോയിട്ടൊന്ന് നോമ്പ് തുറക്കണമെന്ന്. അതിനെനിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു പള്ളിയിലെ നോമ്പ് തുറ അത്രയും പ്രാധാന്യമാണ്. 35,000 ആളുകൾക്ക് ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കാനും എല്ലാം ഇവിടെ അത്രയും സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ട്. അത്രയും വലിയ പള്ളിയാണ്. വൈറ്റ് മാർബിൾ കൊണ്ടാണ് കേട്ടോ ഈ ഒരു പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 35,000 ആളുകൾക്ക് ഒരുമിച്ച് ഒരേ സമയം നമസ്കരിക്കാനും കൂടെ പറ്റുന്ന ഒരു പള്ളിയാണ്. ഇതിൻ്റെ വാളൊക്കെ നല്ല അടിപൊളി ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു തുലിപ്പ് ഫ്ലവറിൻ്റെ ഒക്കെ ഒരു ഡിസൈനാണ് ഇതിൻ്റെ വാളൊക്കെ വരുന്നത്. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറി. ഇവിടെ ഒരുപാട് ലാംപ്സുകൾ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ലൈറ്റ്സ് ആയിരുന്നു കേട്ടോ. ഇതൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. പറയാനുള്ളത് ഇതാ കാണുന്നുണ്ടല്ലോ, കാർപ്പറ്റ്, പച്ച കളറിലുള്ള കാർപ്പറ്റ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കാർപ്പറ്റാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാർപ്പറ്റ് കൈ കൊണ്ടാണ് തുന്നിയെടുത്തിട്ടുള്ളത്. ഒരുപാട് പണിക്കാർ ഒരുപാട് വർഷങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു കാർപ്പറ്റ് റെഡിയാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ആ ലൈറ്റ് കാണുന്നതിലും 24 കാരറ്റ് ഗോൾഡ് അടക്കം അടങ്ങിയിട്ടുള്ള ഒരു ലാമ്പാണ് അത്. ഈ വാളിൽ ഒരു ക്ലോക്ക് കാണുന്നുണ്ട്. ഇതിൽ നമ്മുടെ നമസ്കാരത്തിൻ്റെ ടൈം എല്ലാം കറക്റ്റാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ വക്തിലെയും ഓരോ ടൈമാണ് കൊടുത്തിട്ടുള്ളത്. അതും കൂടെ ഇതിൽ ഭയങ്കര ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ക്ലോക്കായിരുന്നു. പിന്നെന്താ, ഒരുപാട് തൂണുകളുണ്ട്. ഈ തൂണുകൾക്കൊക്കെ ഈന്തപ്പനയുടെ ഒരു ഷേപ്പാണ് കേട്ടോ. ഏകദേശം അതിൻ്റെ മുകളിൽ ഗോൾഡൻ കളറും താഴെ ഫുൾ വൈറ്റ് കളറുമാണ് വരുന്നത്. ഈ ഒരു വീഡിയോനെ പറ്റി പറയുകയാണെങ്കിൽ 8 മിനിറ്റിലോ അല്ലെങ്കിൽ 10 മിനിറ്റിലോ ഒതുങ്ങുന്ന വീഡിയോ അല്ല കേട്ടോ. അത്രയേറെ ഇതിനെ പറ്റിയിട്ട് നമുക്ക് പറയാനുണ്ട്. അതുപോലെ തന്നെ കുറേ ഗാർഡൻസ് ഒക്കെ ഉണ്ട് കേട്ടോ പുറത്തൊക്കെ. പക്ഷേ അതൊന്നും കൂടുതൽ കാണാനുള്ള സമയം ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക്. സെക്യൂരിറ്റിമാരൊക്കെ ഇരിക്കുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും സംശയം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞുതരും. ഈ കാണുന്നത് പുറത്തേക്കുള്ള റോഡാണ് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യാം. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. ഓക്കെ, താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.